നമസ്തേ. നാം ഇപ്പോൾ 7 ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നത് സാമവേദത്തിലെ കേന ഉപനിഷത്താണ്. സാമവേദത്തിൽ 2 മുഖ്യ ഉപനിഷത്തുകളാണുള്ളത്. അതിൽ ഛാന്തോഗ്യ ഉപനിഷത്ത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് കേന ഉപനിഷത്താണ്. അത് വളരെ ചെറിയ ഉപനിഷത്താണ്. ആകെ ഒരു തലവകാര ബ്രാഹ്മണത്തിൽ നിന്നെടുത്താണ്. സാമവേദത്തിൽ തലവകാര ബ്രാഹ്മണത്തിൽ നിന്നെടുത്തിട്ടുള്ള അതിൻ്റെ 9ാമത്തെ അധ്യായമാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 4 ഖണ്ഡങ്ങളുണ്ട്. ഈ 9ാമത്തെ അധ്യായത്തിൽ അതിനെ 4 ഖണ്ഡങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ 2 ഖണ്ഡങ്ങളാണ്, 1ഉം 2ഉം ഖണ്ഡങ്ങളാണ് തത്വപ്രഖ്യാപനം ഉള്ളത്. തത്വപ്രഖ്യാപനങ്ങൾ അതിലാണ് അടങ്ങിയിട്ടുള്ളത്. 3ഉം 4ഉം ഈ 1ഉം 2ഉം ഖണ്ഡങ്ങളിലെ തത്വപ്രഖ്യാപനങ്ങളെ കഥാപരമായ രീതിയിൽ അവതരിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് സാധാരണ ഈ ഉപനിഷത്ത് പഠിക്കുന്നവർ 1ഉം 2ഉം അധ്യായങ്ങളാണ്, 1ഉം 2ഉം ഖണ്ഡങ്ങളാണ് പഠിക്കാറുള്ളത്. അത് തത്വപ്രഖ്യാപനങ്ങൾ നോക്കി നടക്കുന്നവർ, അല്ലെങ്കിൽ അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ആത്മീയ തത്വങ്ങൾ മാത്രം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ 1ഉം 2ഉം ഖണ്ഡങ്ങളാണ് പഠിക്കുന്നത്. ഈ 1ഉം 2ഉം ഖണ്ഡങ്ങളിലൂടെ ആകെ 13 മന്ത്രങ്ങളാണുള്ളത്. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ ഒരു ഉപനിഷത്ത്, അല്ലെങ്കിൽ തന്നെ ഒരു വളരെ ചെറിയ ഉപനിഷത്തിൽ പെട്ട ഒരെണ്ണമാണ്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. 12 മന്ത്രങ്ങളേ ഉള്ളൂ ആകെ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് 13 മന്ത്രങ്ങൾ തത്വപ്രഖ്യാപനങ്ങൾ ഉള്ളതുകൊണ്ട്, പിന്നെ കഥാപരമായിട്ടുള്ള അതും ഉണ്ട്. 12ഉം 6ഉം 18 അങ്ങാണോ അതുമുണ്ട്. അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. 1ഉം 2ഉം ഖണ്ഡങ്ങളെയാണ് നാം ഇവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കേനോപനിഷത്ത് എന്ന പേര് തന്നെ കിട്ടിയത് ഈ ഉപനിഷത്തിൻ്റെ ആദ്യ വാക്കിൽ നിന്നാണ്. കേനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് നമ്മളങ്ങനെ കണ്ടതാണ്. ഈശാവാസ്യ ഉപനിഷത്ത് എന്നുള്ള പേര് കിട്ടാൻ കാര്യം ഈശാവാസ്യം ഇദം സർവം എന്ന്, അങ്ങനെയാണ് ആ ഉപനിഷത്ത് തുടങ്ങുന്നത്. അതുപോലെ ഈ ഉപനിഷത്ത് അങ്ങനെ. അപ്പോൾ 1ഉം 2ഉം ഖണ്ഡങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതിൽ 1ാം ഖണ്ഡത്തിൽ 8 മന്ത്രങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ മന്ത്രത്തെയും സൂചിപ്പിക്കുന്നത് ഈ ഖണ്ഡത്തിൻ്റെ എണ്ണവും അതുപോലെ തന്നെ മന്ത്രത്തിൻ്റെ എണ്ണവും പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ 1, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ഖണ്ഡത്തിൽ 5ാമത്തെ മന്ത്രം എന്നാണ് അർത്ഥം. പിന്നെ ഈ എല്ലാ ഉപനിഷത്തുകളും ഒരു ശാന്തി മന്ത്രമുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൽ ഛാന്തോഗ്യ ഉപനിഷത്തിൽ നമ്മൾ കണ്ടു ആപ്യായന്തു മമാങ്കാനി എന്ന് പറയുന്ന ഒരു സാമവേദ ഉപനിഷത്തുകൾക്കെല്ലാം ആ ശാന്തി മന്ത്രമാണുള്ളത്. ഇത് കേനോപനിഷത്തും ഒരു സാമവേദ ഉപനിഷത്തായതുകൊണ്ട് അതിലും ഈ മന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണചക്ഷുശ്രോത്രം അഥോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ആ ശാന്തി മന്ത്രം. അതായത് എൻ്റെ അംഗങ്ങളെല്ലാം പുഷ്ടിപ്പെടട്ടെ, അങ്ങനെ അത് ഓരോന്നും വാക്കും പ്രാണവും ചക്ഷുസും ശ്രോത്രവും എല്ലാം പുഷ്ടിപ്പെടട്ടെ, എനിക്ക് ബലം കൂടുതലാകട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നതല്ല, നമ്മൾ അങ്ങനെ ഇച്ഛിക്കുകയാണ്, നമ്മുടെ ഇച്ഛയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ശാന്തി മന്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ മന്ത്രം തുടങ്ങുന്ന തന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേര് തന്നെ കേന ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ കേന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കേന എന്ന് പറഞ്ഞാൽ ആരാൽ അല്ലെങ്കിൽ എന്തിനാൽ എന്നുള്ള അർത്ഥമാണ് സംസ്കൃതത്തിൽ ഈ കേന എന്ന് പറഞ്ഞാലുള്ളത്. കേനേഷ് 1ാമത്തെ മന്ത്രം ഇങ്ങനെയാണ്. 1ാം ഖണ്ഡത്തിലെ 1ാം മന്ത്രം, അതായത് 1 കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചം ഇമാം വദന്തി ചക്ഷുശ്രോത്രം കവു ദേവോ യുനക്തി. ഇതാണ് മന്ത്രം.
കേനേഷിതം പദതി പ്രേഷിതം മനഃ. മനസ്സ് ഓരോന്നിൽ ചെന്ന്, നമ്മുടെ മനസ്സ് ഓരോന്നിൽ ചെന്ന് പതിക്കുന്നത് ആരുടെ പ്രേരണയാലാണ്, ആരയച്ചിട്ടാണ്? ഇതാണ് ചോദ്യം. ആരാണ് ഈ മനസ്സിനെ അങ്ങോട്ട് പ്രവർത്തിപ്പിക്കുന്നത്? ഇതാണ് ഈ ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പം ഏതോ ഒരു ശക്തി ഇരുന്നാണ് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. അത് ആരാണ് എന്നുള്ള ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്. കേനേഷിതം പദതി പ്രേഷിതം മനഃ. അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ജിജ്ഞാസുവിൻ്റെ ചോദ്യമാണ്. എങ്ങനെയാണ് ഈ മനസ്സ്, നമ്മൾ ആര് പറഞ്ഞിട്ടാണ്? നമ്മുടെ കൺട്രോളിൽ പലപ്പോഴും നിൽക്കാറില്ല മനസ്സ്. നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകാതിരുന്നു കഴിഞ്ഞാൽ, നമ്മളെ അനുസരിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയമാണ് അത് കുറിക്കുന്നത്. പക്ഷെ നമുക്കതിന് സാധിക്കാറില്ല. അപ്പോൾ ഈ ആര് പറഞ്ഞിട്ടാണ്, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് ഈ മനസ്സ് ഓരോ കാര്യങ്ങളിൽ പോയി പതിക്കുന്നത്? അതാണ് ഇവിടെ ഉപനിഷത്ത് കർത്താവിൻ്റെ ചോദ്യം. എന്നിട്ട് ചോദിക്കുന്നു, കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. ഈ പ്രഥമ പ്രാണൻ, നമ്മൾ ജനിക്കുന്നില്ലേ, അപ്പോൾ ഈ പ്രാണൻ, നമ്മുടെ ആദ്യത്തെ ശ്വാസം, ആര് പറഞ്ഞിട്ടാണ് നമ്മളിൽ വന്ന് ചേരുന്നത്? അതാണ് അടുത്ത ചോദ്യം. അതും ഒരു നല്ല ചോദ്യമല്ലേ, ഒരു ജിജ്ഞാസുവിൻ്റെ ചോദ്യമില്ലേ? ആര് പറഞ്ഞിട്ടാണ്? ആര് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ? അപ്പം ഈ ഉപനിഷത്ത് കർത്താവ് ചോദിക്കുന്നു, കേന പ്രഥമ പ്രാണൻ എങ്ങനെ ആണ്, ആര് പറഞ്ഞിട്ടാണ്? പ്രൈതി യുക്ത, നമ്മുടെ ശരീരത്തിൽ വന്ന് ചേരുന്നത്, പതിക്കുന്നത്, നമ്മുടെ ശരീരത്തോട് യുക്തമാകുന്നത്, ചേരുന്നതെന്നർത്ഥം. കേനേഷിതാംബാജം ഇമാം വദന്തി. എങ്ങനെയാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കല്ല. വി ഹാവ് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതാണ്, ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഇനി അതിനെക്കുറിച്ച് എന്തിനും ചിന്തിക്കും. പക്ഷെ ആ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. കേനേഷിതം വാചം ഇമാം വദന്തി. ആരുടെ ശക്തിയാലാണ് നാം ഈ വാക്കുകളൊക്കെ സംസാരിക്കുന്നത്? ചക്ഷുശ്രോത്രം ക ഉ ദേവോ യുനക്തി. ഏത് ദേവനാണ് രണ്ടിന്, അതായത് കണ്ണുകളെയും കാതുകളെയും തമ്മിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഏത് ദേവനാണെന്നാണ് ചോദ്യം. കണ്ണുകളെയും കാതുകളെയും യോജിപ്പിക്കാൻ, നമ്മൾ കാണുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് രണ്ടിനെയും കൂടി ആരാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്, ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? ചക്ഷുശ്രോത്രം ക ഉ ദേവോ യുനക്തി. അതാണ് ചോദ്യം. അതുപോലെ ശ്രോത്രസ്യ ശ്രോത്രം, അതിന് ഉത്തരം പറയാണ്. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സ ഉ പ്രാണസ്യ പ്രാണക. അവൻ പ്രാണൻ്റെ പ്രാണനാണ്. പ്രാണൻ എവിടുന്ന് വരുന്നോ അവിടുന്ന് വരുന്നതാണിത്. അവിടുന്നാണ് ഇതെല്ലാം, ആ ശക്തിയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതെന്ന്. പ്രാണൻ്റെ പ്രാണനായിട്ടുള്ളത്, ശ്രോത്രത്തിൻ്റെ ശ്രോത്രമായിട്ടുള്ളത്. ഒരു കാതുണ്ടല്ലോ, കാത് കേൾക്കുന്നത് എങ്ങനെയാണ്? ആ ശക്തിയുടെ ബലത്തിലാണ് ഈ കാത് കേൾക്കുന്നത്. അപ്പം കാതിൻ്റെ കാതാണ്, ശ്രോത്രത്തിൻ്റെ ശ്രോത്രമാണ്, മനസ്സിൻ്റെ മനസ്സാണ്. അതുപോലെ തന്നെ വാക്കിൻ്റെ വാക്കാണ്, പ്രാണൻ്റെ പ്രാണനാണ്. അങ്ങനെയുള്ള ശക്തി ഇതിനൊക്കെ ഉള്ള. അതുപോലെ ചക്ഷു എന്നത് കണ്ണിൻ്റെ കണ്ണാണ്. അപ്പം ഇതിനെല്ലാം പിന്നിലുള്ള ഒരു മഹാശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഈ ഉത്തരത്തിൻ്റെ അർത്ഥം. അതിമുച്ഛധീരാഹ. ഈ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളല്ലോ, കണ്ണ്, കാത്, വാക്ക്, നാക്ക്, അതുപോലുള്ളതിനെല്ലാം അതിമുച്ഛ, ആ ഇന്ദ്രിയങ്ങളെല്ലാം അതിജീവിച്ചിട്ട് അതിനപ്പുറം പോകുന്ന ഒരാൾ ഈ ലോകത്തെ വിട്ട് അമരനായിത്തീരുന്നു. എന്നുവെച്ചാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ള കണ്ണിൻ്റെ കണ്ണായ ആ സത്യത്തെ, ആ ചൈതന്യത്തെ അറിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തെ സുഖങ്ങൾ നമുക്ക് ഇതിനെയൊക്കെ വിട്ടുകഴിഞ്ഞാൽ, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ നമ്മൾ അമരന്മാരായിത്തീരുന്നു. ചത്തി എന്നിട്ടെന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. ഈ ഭൗതിക ഭോഗ ലോകം വിട്ടിട്ട് അതിനെ മാറ്റി നിർത്തിയിട്ട്
നമ്മൾ പോവുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നിൽക്കുകയാണ്, ഉയർന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത ആ സുഖത്തെ, ആ ചൈതന്യത്തെ, ആ നിത്യമായ ചൈതന്യത്തെ അനുഭവിക്കുകയാണ്, അതിലെത്തിച്ചേരുകയാണ്. അത് അമരമാണ്, അത് നിത്യമാണ്. അതുകൊണ്ട് നമ്മളും അതുപോലെ ആയിത്തീരുന്നു. ഇതാണ് ഈ ചോദ്യം ആദ്യത്തത്. രണ്ടാമത്തത് ഉത്തരം. ന തത്ര വാഗ്ഗച്ഛതി ന തത്ര ചക്ഷുർഗച്ഛതി, അങ്ങനെയാണ് തുടക്കം. ന തത്ര ചക്ഷുർഗച്ഛതി, അവിടെ ആ ചൈതന്യത്തിൻ്റെ അടുക്ക കണ്ണുകൾ ചെല്ലത്തില്ല. ന വാഗ്ഗച്ഛതി, വാക്കുകൾ ചെല്ലത്തില്ല. എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് അതെന്ന് കുറച്ചുകൂടെ വിശദീകരിക്കണം. നോ മനോ, മനസ്സും ചെല്ലത്തില്ല. അപ്പോൾ ഇതൊന്നും ചെല്ലുന്നില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും അവിടെ ചെല്ലത്തില്ല, മനസ്സും ചെല്ലത്തില്ല. പിന്നെ അതുകൊണ്ട് ഈ ആചാര്യൻ പറയുകയാണ്, ന വിദ്മോ ന വിജാനീമോ യഥേതത് അനുശിഷ്യാത്. ഇത് എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പിന്നെ ഇതെങ്ങനെ പഠിപ്പിക്കുമെന്നും അറിഞ്ഞുകൂടാ. അതാണ് അദ്ദേഹം പറയുന്നത്. അന്യദേവ തദ്വിദിതാത്, അത് അറിയാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമാണ്. അതായത് നമ്മൾക്കറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയഗോചരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയുള്ളൂ. അതിനപ്പുറമുള്ള ഒരു സത്യമാണ്, ഒരു ചൈതന്യമാണിത്, ഒരു വസ്തുവാണിത് എന്ന് പറയാം. അതിനപ്പുറമാണ്, നമുക്കറിയാവുന്നതിനപ്പുറമാണ്. അവിദിതാത് അധി, അറിയാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ അറിവിൻ്റെ മേഖലയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് ഈ ചൈതന്യം, ഈ ദേവൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് വാക്കും അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമല്ല എന്നുള്ള കാര്യം മറ്റു ഉപനിഷത്തിൽ പലതിലും പറഞ്ഞു. ഈശാവാസ്യ ഉപനിഷത്തിൽ 4-ാം മന്ത്രം അങ്ങനെയുള്ളതാണ്. കഠോപനിഷത്തിൽ 6:9 പറഞ്ഞു. ശ്വേതാശ്വതത്തിൽ 4:17, 4:20. മുണ്ടകോപനിഷത്തിൽ 3:1-8. പിന്നെ ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നു ഭാവഗ്രാഹ്യം അനീഡാഖ്യം എന്നും പറയുന്നുണ്ട് 5:14. ഭാവഗ്രാഹ്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഭാവം, അതിൻ്റെ എഫക്റ്റുകളെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ അതിനെ മനസ്സിലാകാൻ പറ്റത്തില്ല. ആ ഇഫക്റ്റുകളിൽ കൂടിയാണ് നാം അതിനെ മനസ്സിലാക്കുന്നത്. ശ്വേതാശ്വതരം അത് പരിശോധിച്ചപ്പോൾ നമ്മൾ ഈ വാക്യം, ഈ മന്ത്രം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഭാവഗ്രാഹ്യം അനീഡാഖ്യം ഭാവാഭാവകരം ദേവം. അത് ആ ദേവനെ അറിയുന്നവർ ശരീരം വിടുന്നു എന്നുള്ളതാണ്. ശരീരം വിടുന്നു പറഞ്ഞാൽ ചത്തുപോകുന്നു എന്നുള്ളതല്ല, അവരുടെ ആ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഇഹലോക ബന്ധം അവിടെ വിടർത്തി മാറ്റുന്നു എന്നർത്ഥം. ഇനി അടുത്തതുണ്ട് യദ്വാചാനഭ്യുദ്ധിതം. അത് 4-ാമത്തെ മന്ത്രമാണ്. വാക്കുകൾ അവിടുന്ന് ഉണ്ടാകുന്നില്ല. ഏന വാഗഭ്യുദ്ധ്യതേ, വാക്കുകൾ അങ്ങോട്ട് ചെല്ലത്തില്ല, പക്ഷേ വാക്കുകൾ ഉതിരുന്നത്, വാക്കുകൾ ഉയർന്നു വരുന്നത് എവിടെ നിന്നാണ്? ആ ശക്തിയാലാണ്. അഭ്യുദ്ധ്യതേ, വാക്കുകൾ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. അതായത് വാക്കുകൾ എങ്ങനെയാണ് വാക്കുകൾ പ്രകടിപ്പിക്കപ്പെടുന്നത്? അതിനെ നമുക്ക് വാക്കുകൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ശക്തിയിലാണ് നമ്മൾ വാക്കുകൾ പറയുന്നത്, വാക്കുകൾ പ്രകടിക്കുന്നത്. അതാണ് ബ്രഹ്മം. തദേവ ബ്രഹ്മം ത്വം വിധി, നീ മനസ്സിലാക്കൂ. നേദം യതിദം ഉപാസതേ, നീ ഉപാസിക്കുന്ന സാധനമല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇതറിഞ്ഞിട്ടല്ല ഇവിടെ ഉപാസനകൾ നടക്കുന്നതെന്ന് സാരം. യത് വാച അനഭ്യുദിതം അഭ്യുദിതം വാച എന്നുവെച്ചാൽ വാക്കുകളുണ്ട്, വാക്കുകൾ അവിടെ എത്തത്തില്ല, വാക്കുകളുണ്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ല, വാക്കുകൾ അവിടെ എത്തുകയില്ല. ആ ശക്തിയുടെ പ്രേരണയാലാണ് വാക്കുകൾ ഉണ്ടാകുന്നത്, ആ ശക്തിയുടെ ബലത്തിലാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. വാക്കുകൾ അവിടെ എത്തത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കിടന്ന് എന്ത് തൊള്ള തുറന്ന് പറഞ്ഞാലും ഈശ്വരൻ ഇതൊന്നും ഇവിടെ ബ്രഹ്മം എന്നുള്ളതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭൗതിക അംശത്തോടു കൂടിയ ആത്മാവ് ഈശ്വരൻ തന്നെയാണ്. ഉടുപ്പിട്ട ആത്മാവ് എന്ന് വെച്ചാൽ ഈ ഉടുപ്പിട്ട ഈശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വാച അനഭ്യുദിതം, ഈ വാക്കൊന്നും അവിടെ ചെല്ലത്തില്ല. അവിടെ ചെല്ലത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് കെട്ടി വെച്ച് ഒരു ആർട്സ് കൂട്ടി വെച്ച് നമ്മൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ
ഇതൊക്കെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലൊന്നും അവിടെ ചെല്ലത്തില്ല. ഇവിടെ കൂട്ടപ്രാർത്ഥന നടത്തുന്നു, ഇവിടെ ഉറച്ചു പ്രാർത്ഥന, രാവുകളില്ലാതെ ഓരോന്ന് ചെയ്യുന്നു. എന്തിനാണ്? ഇതൊന്നും ഈശ്വരൻ കേൾക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാകുന്ന വെച്ചാൽ ഈശ്വരന് ഈ വാക്കും അത് മനസ്സും അതും അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ കൊണ്ട് അവിടെ എത്താൻ പറ്റത്തില്ല. അതാണ് ഈശ്വരനെ കുറിച്ചുള്ള നമ്മളുടെ ധാരണ. ഭാരതീയൻ്റെ ദർശനം അതാണ്. അത് ഇതിനെല്ലാം അതീതമായിട്ടുള്ള ശക്തിയാണ് ഈശ്വരൻ. അതാണ് നമ്മൾ പറയുന്നത്. അത് സർവ്വവ്യാപിയാണ്, നമ്മളിലും ഉണ്ട്. നമ്മളിപ്പം ഓരോന്ന് ഈ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കി പറയുകയാണ്. ഉള്ളിൽ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ കൊണ്ട് ആ ഈശ്വരൻ്റെ ചൈതന്യത്തെ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ഉപയോഗിക്കുകയാണ്. ആ ചൈതന്യത്തെ ഉപയോഗിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനും ചെയ്യുന്നതിനുമൊക്കെ ആ ഒരു ഈശ്വരത്വം അല്ലെങ്കിൽ ഈശ്വരശക്തി നമ്മുടെ കൈകളിലൂടെ, കാതുകളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ പ്രവർത്തിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ വിജയങ്ങളിലേക്ക് പോകുന്നത്. ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്താൽ അത് നേരത്തെ ഒരു ചാന്തോക്യോപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, വിദ്യയാ കരോതി വീര്യവത്തരം ഭവതി. വിദ്യയുണ്ട്, ഉപനിഷത്തുമുണ്ട്, തത്വങ്ങൾ അറിഞ്ഞും വിദ്യ കൊണ്ടും ഭക്തി കൊണ്ടും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ വീര്യവത്തായിരിക്കും, വീര്യവത്തരം ആയിരിക്കും, കൂടുതൽ കൂടുതൽ വീര്യവത്തായിരിക്കും എന്നാണ് ചാന്തോക്യോപനിഷത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത്. അങ്ങനെ അല്ലാതെ ഈശ്വരൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് ചെയ്യുക അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രം കേന്ദ്രീകരിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇപ്പം കൂടുതൽ വിഷയം യത് വാച അനഭ്യുദിതം ഏന വാഗ അഭ്യുദ്യതേ തദേവ ബ്രഹ്മം ത്വം വിദ്ധി നേദം യദിദമുപാസതേ. അതുപോലെ തന്നെ ഇതിന് ഓരോ കാര്യങ്ങളും പറഞ്ഞു. മനസ്സാ എൻ മനസ്സാ എന്ന മനുതേ ഏനാഹുർമനോമതം തദേവ ബ്രഹ്മം ത്വം വിദ്ധി നേദം യദിദമുപാസ. ആ രണ്ടാമത്തെ വരെ അതുപോലെ തന്നെ ചേർത്തിട്ട് മനസ്സിൻ്റെ കാര്യം പറയുന്നു. മനസ്സിന് അവിടെ എത്താൻ പറ്റത്തില്ല. മനസ്സ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ശക്തിയാലാണ്. അതുപോലെ തന്നെ കണ്ണുകൾ അവിടെ എത്തത്തില്ല. കണ്ണുകളെ പ്രവർത്തിപ്പിക്കുന്നത് ആ ശക്തിയാണ്. ശ്രോത്രം കൊണ്ട് നമുക്കതിനെ കേൾക്കാനൊന്നും പറ്റത്തില്ല. ശ്രോത്രത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആ ശക്തിയാണ്. പ്രാണൻ കൊണ്ട്, പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസന, ഇവിടെ വാസന എന്നുള്ള അർത്ഥമാണ്. അതിനെ മണത്തറിയാനൊന്നും പറ്റത്തില്ല. പക്ഷെ നാം മണക്കുന്നത് ആ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇതാണ് 8 മന്ത്രങ്ങൾ ഒന്നാം ഖണ്ഡത്തിൽ ഉള്ളത്. ഇനി രണ്ടാം ഖണ്ഡമാണുള്ളത്. രണ്ടാം ഖണ്ഡത്തിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആചാര്യൻ മറ്റൊരാളിൻ്റെ കൂടെ സംസാരിക്കുന്നതായിട്ടുണ്ട്. യതി മന്യസേ സുവേദേതി ദഫ്രമേവാപി നൂനം ത്വം വേദ ബ്രഹ്മണോ രൂപം. നിനക്ക് ഇതിനെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് നല്ലോണം അറിയാവുന്ന നീ ധരിക്കുന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയാണ് നീ ബ്രഹ്മത്തിൻ്റെ രൂപത്തെയാണ് നീ കാണുന്നത്, നീ അറിയുന്നത്. ബ്രഹ്മത്തിന് 2 ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ബ്രഹ്മം എന്തൊക്കെയാണ്? അരൂപമായിട്ടുള്ള, നിത്യമായിട്ടുള്ള, അമരമായിട്ടുള്ള ഒരു ഭാഗം, അത് ആത്മ ചൈതന്യമാണ്, പുരുഷനാണ്. മറ്റേത് പ്രകൃതി, അത് മൂർത്തമാണ്, അതുപോലെ തന്നെ നിത്യമല്ല, അത് മർത്യമാണ്. അങ്ങനെയുള്ള 2. അപ്പോൾ അതാണ് രൂപത്തെ കൊടുക്കുന്നത്. ബ്രഹ്മത്തിന് അങ്ങനെ 2 രൂപങ്ങളുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. അതിൽ ആ രൂപത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ഭാഗത്തെയാണ് നീ കാണുന്നത് എന്നുള്ളത് എനിക്കൊരു സംശയമില്ല. നീ ബ്രഹ്മത്തെ നന്നായിട്ട് അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ബ്രഹ്മത്തിൻ്റെ ആ രൂപം കാണുന്നു എന്നുള്ളതാണ്. മറ്റേ അംശം നീ കാണുന്നില്ല. യദസ്യത്വം യദസ്യ ച ദേവേഷു അധനു എന്നുവെച്ചാൽ നീ അതിൻ്റെ ഏതാണ് നീ എന്നുള്ളത്. ദേവന്മാരിൽ അതെൻ്റെ ഏതംശമാണെന്നുള്ളത് അത് നീ അന്വേഷിച്ച് കണ്ടെത്തണം. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഏതംശമാണ് നിന്നിലുള്ളത്. നിൻ്റെ വെറും ഭൗതികാംശമായിരിക്കാം, അതാണ് അതിനകത്തുള്ളത്. ദേവേഷു, ദേവന്മാരിൽ അതിൻ്റെ ഏതംശമാണ്? അത് ചൈതന്യാംശമായിരിക്കും. അത് നീ ചിന്തിച്ച് കണ്ടെത്തണം. നിനക്ക് മനസ്സിലായോ? മന്യേ വിദിതം. നിനക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതാണ് മന്യേ വിദിതം. എന്നിട്ട് വീണ്ടും പറയാം, അവനോട് പറയാം, നാഹം മന്യേ സുവേദേതി.
ഇത് സുവേദമാണെന്ന് എന്നുവെച്ചാൽ നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. നോ ന വേദേതി വേദ ച, നോ ന ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അതറിയാമെന്നും ഞാൻ കരുതുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അറിഞ്ഞുകൂടെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പം എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ നമുക്കത് അറിഞ്ഞുകൂടാന്നാണ്. അത് എളുപ്പത്തിൽ അറിയാൻ കഴിയുമെന്നും എനിക്ക് വിശ്വാസമില്ല. യോ നസ്തദ് വേദ തദ്വേദ, നസ്തദ് വേദ, നമുക്ക് ഈ സുവേദമല്ലെന്ന് നമ്മളിൽ ആർക്കൊക്കെ അറിയാൻ പറ്റുന്നു അവർ ശരിക്കുള്ള കാര്യം അറിയുന്നു. യോ നസ്തദ് വേദ തദ്വേദ. ഇതാണ് ഇത് ഒരു ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവരാണ്. ഇതിനകത്ത് വാസ്തവത്തിൽ കൺഫ്യൂസ്ഡ് ആകേണ്ട ഒരു കാര്യമില്ല. യോ നസ്തദ് വേദ തദ്വേദ, അതായത് നമ്മളിൽ ആർക്കാണോ ഇത് സുവേദമല്ലെന്നറിയാവുന്നത്, അതായത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും, എളുപ്പം നേടാവുന്നതാണ്, എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്, അത് എളുപ്പം അവിടെ എത്തിച്ചേരാവുന്നതാണെന്ന് നമ്മളിൽ അല്ലെന്ന് നമ്മളിൽ ആർക്കറിയാമോ അവരാണ് ശരിക്കുള്ള ഇതിനെക്കുറിച്ച് അറിയുന്നവർ. അതാണ് ഈ പറയുന്നത്. നോ ന വേദേതി വേദച്ച, അവർ ഈ ഒരു കാര്യം കൂടെ അറിയും, നമുക്കത് അറിയത്തില്ല എന്നുള്ള കാര്യം കൂടി അവരറിയുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് ഈ ബ്രഹ്മത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നോ ന വേദേതി വേദച്ച, നമുക്കറിയത്തില്ലെന്നാണ് നമുക്കറിയാവുന്നത്. എന്ന് വെച്ചാൽ ഇത് സോക്രട്ടീസിൻ്റെ ഒരു പല്ലവിയായിട്ട് ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് വരുന്നത്. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഒരു ചൊല്ലായിട്ട് ആളുകൾ കോട്ട് ചെയ്യാറുണ്ട്. ഐ നോ ദാറ്റ് ഐ ഡോണ്ട് നോ. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ഒരു അതിനും സോക്രട്ടീസ് 300-ലോ 400-ലോ BC 300-ലോ 400-ലോ ജീവിച്ചിരുന്ന ഒരാളാണ്. അതിന് എത്രയോ മുമ്പാണ് ഇത് ഈ കേനോപനിഷത്ത് എഴുതപ്പെട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഐഡിയ എക്സ്ചേഞ്ച് ഈ ഭാരതവും അതുപോലെ തന്നെ ഗ്രീസും തമ്മിൽ മുമ്പേ നിലനിന്നിട്ടുണ്ടായിരുന്നു. അത് അയോണിയ എന്ന ഗ്രീസ് കോളനിയിൽ കൂടി, ഇപ്പോഴത് തുർക്കിയുടെ ഭാഗമാണ്. ആ ഭാഗം അന്ന് BC 500 മുതൽ 350 വരെ കണ്ടുള്ള കാലഘട്ടത്തിൽ ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗവും ആ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ എക്സ്ചേഞ്ച് ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ നടന്നിരുന്നു. അങ്ങനെ ആദ്യകാലത്തെ ഗ്രീക്ക് തത്വചിന്തകരെല്ലാം, ഗ്രീക്ക് എന്ന് പറഞ്ഞ പോലെ പാശ്ചാത്യ തത്വചിന്തകരെല്ലാം ഈ അയോണിയക്കാരായിരുന്നു. സോക്രട്ടീസിൻ്റെ കാലം വരെ ഗ്രീക്ക് തത്വചിന്ത, അതായത് പാശ്ചാത്യ തത്വചിന്ത എന്ന് പറയുന്നത് അവിടുത്തെ ഈ വെളിപാടുകളും ഒക്കെ ആയിരുന്നു, അല്ലാതെ വേറെ ഒന്നും ആയിരുന്നില്ല. അവിടെ ഈ അയോണിയക്കാരൻ ഒരാളാണ് ഏതൻസിലേക്ക് ഈ തത്വചിന്ത കൊണ്ടുവന്നത്. അയാളിലൂടെയാണ്, അയാളിൽ നിന്ന് ഏറ്റുപിടിച്ചതാണ് സോക്രട്ടീസ് മഹാനായി തീർന്നു, ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയായി തീർന്നു. നമ്മുടെ ഋഷിമാരെ ആർക്കും അറിഞ്ഞോടാ. നമ്മൾ പറയണം, അത് നമ്മുടെ ഋഷിമാരെ കുറിച്ച് നമ്മൾ പറയണം. ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ ആൾക്കാർ പണ്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മൾ ധൈര്യപൂർവ്വം പറയണം. ഇത് നോ ന വേദേതി വേദച്ച, ഇത് മാത്രമല്ല, ഇത് ഞാനൊരു ഉദാഹരണത്തിന് ഇപ്പം ഇതിനകത്തൊന്നും ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പാശ്ചാത്യരുടെ, അതായത് ഗ്രീക്ക് തത്വചിന്തയുടെ ആദ്യകാല തത്വചിന്തകരല്ല, അയോണിയക്കാരെല്ലാം ആണ് അത് ആദ്യകാല തത്വചിന്തകർ. അവരെല്ലാം ഇപ്പോൾ താലീസ് മുതൽ തുടങ്ങിയിട്ട് അവരുടെ എല്ലാം പുസ്തകങ്ങൾ, പെർമെനിഡീസ് അങ്ങനെ ഒരാളുണ്ട്, എനിക്ക് എല്ലാ പേരുകളും ഓർമ്മ വരുന്നില്ല. പെർമെനിഡീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ ഹെറാക്ലൈറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകം എപ്പോഴും സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു ആദ്യം പറഞ്ഞതായിട്ട് അയാൾ പറഞ്ഞതെന്നാണ് ആളുകൾ അറിയപ്പെടുന്നത്. ഇവിടെ ഈശാവാസ്യ ഉപനിഷത്തിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടു, നമ്മളിൽ നിന്ന് കിട്ടി അവർ ലോകത്തിന് കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളത് ധൈര്യപൂർവ്വം നമ്മൾ അഭിമാനത്തോടു കൂടി അതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കണം. ഇവിടുന്ന് പോയതാണ് ഇതെല്ലാം, ഈ പല കാര്യങ്ങളും ഇവിടുന്ന് പോയിട്ടുള്ളതാണ്. അത് നമ്മൾ
മനസ്സിലാക്കണം. നമ്മൾ അവരുടെ കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഹെറാക്ലൈറ്റസിൻ്റെ കാര്യം പഠിക്കും, പർമനൻസിൻ്റെ കാര്യം പഠിക്കും. അങ്ങനെയുള്ള ഒരു പുസ്തകമുണ്ട്, അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ആളുകളാണെങ്കിൽ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ അതേപോലെ തന്നെ തുടർന്ന് തലമുറകൾക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല എന്ന് ഓർക്കണം. അവരുടെ എല്ലാം കുറേശ്ശെ ഭാഗങ്ങളൊക്കെ കീറിപ്പോയ ഭാഗങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഫ്രാഗ്മെൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. ആ ഫ്രാഗ്മെൻറ്റ്സ് വെച്ചുകൊണ്ടാണ് ആളുകൾ ഓരോന്ന് എഴുതി ഉണ്ടാക്കുന്നത്. ആ കിട്ടിയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് വായിച്ചാൽ തന്നെ, അത് കുറേ ഇൻ്റർനെറ്റ് കിട്ടും. അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഉപനിഷത്തുകളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാം വെച്ച് അടിക്കുന്നതെന്ന്. അത് കുറച്ച് മാറ്റങ്ങൾ അവർക്കിതൊക്കെ ഗ്രഹിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അവരുടെ ഗ്രഹണശക്തിക്ക് അനുസരിച്ച് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉപനിഷത്ത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഇവിടെ ഇത് അവിടെ പറഞ്ഞതല്ലേ എന്ന് സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾ ഈ ഉപനിഷത്തൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ആദ്യകാല ക്ലാസിക്കൽ ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫി ആരൊക്കെയാണ് അവരുടെ ഈ സോക്രട്ടീസ് വരെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാർ വന്നപ്പോഴാണ് ഇതെല്ലാം പോയത്. പ്ലേറ്റോ വന്നപ്പോഴത്തേക്ക് സോക്രട്ടീസിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനാണ് അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നത്. പ്ലേറ്റോ പേടിച്ചു പോയി. പ്ലേറ്റോയ്ക്ക് ഇത് കണ്ടിന്യൂ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഗുരു പഠിപ്പിച്ചതല്ല കണ്ടിന്യൂ ചെയ്ത്. പിന്നെ അദ്ദേഹം കുറേ ഒരു ആക്രോബാറ്റിക്സ് നടത്തുകയായിരുന്നു. എന്താണ് ഫിലോസഫിക്കൽ ആക്രോബാറ്റിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ യുക്തി ചിന്തകളൊക്കെ വെച്ചിട്ട് അങ്ങനെ വേറെ ഡയറക്ഷൻ മാറിപ്പോയി. ഡയറക്ഷൻ പാശ്ചാത്യ തത്വചിന്തയുടെ ഡയറക്ഷൻ മാറ്റിയ ഒരാളാണ് ഈ പ്ലേറ്റോ എന്ന് പറയുന്നത്. അത് പോട്ടെ, നമുക്കത് തൽക്കാലം വിടാം. നാഹം മന്യേ സുവേദേതി നോ ന വേദേതി വേദച്ച. അതാണ് ഞാൻ സോക്രട്ടീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. എനിക്കറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാമെന്നും നമുക്കറിയാം, ഇത് എളുപ്പം പഠിക്കാൻ പറ്റുന്നതല്ലെന്നും നമുക്കറിയാം. നമ്മളിൽ ആർക്ക് ഇത് എളുപ്പം പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സത്യങ്ങൾ അറിയുന്നത്. അയാൾക്ക് ഇതും അറിയാം. അതായത് നമുക്കിത് തൽക്കാലം അറിയത്തില്ലെന്നുള്ളതും അറിയാം. യസ്യാമതം തസ്യമതം. അതായത് ഇതാർക്ക് അറിയത്തില്ലെന്ന് ആർക്ക് ധാരണയുണ്ടോ അയാൾക്കാണ് ഇത് അറിയാൻ പറ്റുന്നത്. അയാൾ ശ്രമിച്ചാൽ ഇതിനെ അറിയാൻ പറ്റും. മതം യസ്യ ന വേദസഹ. എനിക്കെല്ലാം അറിയാമെന്ന് കഴിഞ്ഞാൽ അവനൊട്ടും അറിയാൻ പോകുന്നില്ല. ഇതാണ് ഇതിനകത്ത് അവിജ്ഞാതം വിജാനതാം. അത് ഈ കാര്യം തന്നെയാണ്. ഈ അറിയാമെന്ന് കരുതുന്നവർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാ. അവരൊന്നും ഇത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അറിയാമെന്ന് കരുതും പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കത്തില്ല. അവനിതൊന്നും അറിയാൻ പറ്റുന്നില്ല. പ്രതിബോധ വിദിതം മതം. ബോധത്തിൻ്റെ ഓരോ തലം കൊണ്ടും ഇനി അത് അറിയണം. 4 തലങ്ങളാണ് മാണ്ഡൂക്യോപനിഷത്ത് പറയുന്നത്. ആ 4 തലങ്ങൾ കൊണ്ടും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, പിന്നെ തുരീയം, ഈ 4 തലങ്ങളിലും നിനക്ക് അറിയാൻ കഴിയണം. അങ്ങനെ അറിഞ്ഞാൽ ഈ തുരീയം വരുമ്പോഴത്തേക്ക് ഇന്ദ്രിയങ്ങളെ വിട്ടിരിക്കുകയാണ്. ഭൗതിക ലോകത്തിൽ ഏറ്റവും തുറന്നു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജാഗ്രത് അവസ്ഥയാണ്. വെളിയിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ് ഗ്രഹണശക്തിയെ. സ്വപ്നമാകുമ്പം കുറേ ഉള്ളിലേക്ക് വന്നു. സുഷുപ്തമാകുമ്പം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് പോയി. ഇതിനെല്ലാം വിട്ട് ഇതിനെല്ലാം അതീതമായിട്ട് ഈ അവസ്ഥകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരവസ്ഥയിലെ വെറും ശുദ്ധമായ ബോധാവസ്ഥയിലേക്ക് പോകുന്നതാണ് തുരീയം. അങ്ങനെ 4 ബോധാവസ്ഥകളുണ്ട്. ആ 4 ബോധാവസ്ഥകളെ കൊണ്ടും നീ ഇതറിയുവാണെങ്കിൽ നീ അതറിയും. നിനക്ക് അങ്ങനെയുള്ളവനെ അതറിയാൻ പറ്റൂ. ആത്മനാ വിന്ദതേ വീര്യം. ആത്മന എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം കൊണ്ട് നീ അതിനുള്ള ശക്തി പ്രാപിക്കണം. എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് നിനക്ക് ഈ ഇവിടെയുള്ള അതായത് പുറത്തേക്കുള്ള ജനലുകളെല്ലാം അടക്കിയ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ പുറത്തേക്കുള്ള ജനൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിക്കുക. നിങ്ങൾ എന്താ വെച്ചാൽ നിയന്ത്രിച്ചാൽ ഗീതയിൽ തന്നെ അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ശരി മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ മതിക്കും. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകും. അങ്ങോട്ട് പോകുന്നവർക്കൊന്നും ഒരു രക്ഷയുമില്ല. അവനങ്ങും ഒന്നും നേടാൻ പോകുന്നില്ല.
ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്ന മനസ്സുള്ളവന് ഒരു ഒരു ലക്ഷ്യത്തിലും എത്താൻ പറ്റത്തില്ല. അതിനെയൊക്കെ നിയന്ത്രിച്ച് നീ പരിശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് പറ്റുമെന്നാണ്. അത് അങ്ങനെ നിയന്ത്രിച്ച് ശീലിക്കുന്നതിനാണ് ആത്മനാവിന്ദതേ വീര്യം എന്ന് പറയുന്നത്. അതിനുള്ള ശക്തി ഉപയോഗിക്കുന്നതിന് ഈ ശരീരം കൊണ്ടാണ് നമ്മൾ ഈ ശക്തി നേടുന്നത്. ശരീരം ഉപയോഗിച്ച് ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ നമ്മൾ വീര്യം നേടണം, ശക്തി നേടണം. എന്നിട്ട് അറിഞ്ഞിട്ട് വിദ്യയാ വിന്ദതേ അമൃതം. എന്നിട്ട് ഈ മഹാചൈതന്യത്തെ അറിഞ്ഞിട്ട് നീ അമൃതത്വത്തെ പ്രാപിക്കണം, അമരത്വത്തെ പ്രാപിക്കണം. ഇതേ കാര്യം തന്നെ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും അതേ വിദ്യയാ വിന്ദതേ അമൃതം എന്നുള്ളത് അതേപോലെ തന്നെയുണ്ട്. പിന്നെ അവിദ്യയാ മൃത്യും തീർത്തുക. മൃത്യു എങ്ങനെയാണ് വരുന്നത്? അവിടെ നമ്മൾ നോക്കണം. മൃത്യു വരുന്നു, മരണം വരുന്നു. അവിദ്യ ഈ ശരീരം കൊണ്ട് മരണത്തെ അതിജീവിച്ചിട്ട് അറിവ് കൊണ്ട് നീ അമരത്വത്തെ പ്രാപിക്കണം എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം കൊണ്ട് അവിദ്യ കൊണ്ട് മരണത്തെ അതിജീവിക്കുന്ന മരണം എന്നതാണ് കാമങ്ങൾക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ് അവിടെ തന്നെ അത് പറയുന്നത്. അവിടെ തന്നെ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പം നീ നിൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ച് നിൻ്റെ കാമങ്ങളെ ഇല്ലാതാക്കി നീ ശുദ്ധനാകണം. എന്നിട്ട് വേണം നീ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചാൽ അന്നക്കത് കിട്ടും. നീ അങ്ങനെ അമരത്വം പ്രാപിക്കും. ഇതാണ് ഈശാവാസ്യത്തിലും പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. 2:4 പറയുന്നു പ്രതിബോധ വിദിതം മതം. 4 ബോധാവസ്ഥകളെ കൊണ്ടും ഓരോ ബോധാവസ്ഥയും കൊണ്ടും നീ അത് അറിയണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ അതിനെ അറിയും. അമൃതത്വം ഹി വിന്ദതേ. അങ്ങനെ അറിഞ്ഞാൽ നിനക്ക് അമൃതത്വം കിട്ടും. ആത്മനാ വിന്ദതേ വീര്യം. ആത്മാവല്ല, ആത്മനാ സ്വന്തം ശരീരം കൊണ്ട് വിന്ദതേ വീര്യത്തെ നേടുക. വിദ്യയാ വിന്ദതേ അമൃതം. വീര്യത്തെ നേടുക എന്ന് പറഞ്ഞാൽ ഞാനതാണ് ഒരു ശമോദമം എല്ലാം ചെയ്ത് നീ സ്വന്തം ശരീരത്തെ വരുതിയിലാക്കുക. അങ്ങനെയാണ് വീര്യം നേടുന്നത്. അങ്ങനെ എന്നിട്ട് വിദ്യയാ വിന്ദതേ അമൃതം. വിദ്യ കൊണ്ട് നീ അമൃതത്വത്തെ പ്രാപിക്കുക. ഇങ്ങനെ പ്രാപിച്ചാൽ, ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നീ ബ്രഹ്മം തന്നെയാകും. സത്യമസ്തി. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം. അത് സത്യം ബ്രഹ്മമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. അതാണ് 2:5 പറയുന്നത്. ഭൂതേഷു വിജിത്യധീരാഹ പ്രേത്യ അസ്മാ ലോകാത. ഈ ഓരോ ഭൂതത്തിലും, എല്ലാ ഭൂതങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആത്മചൈതന്യം, പിന്നെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ഈ ഭൂതങ്ങളെല്ലാം. ഓരോ ഭൂതത്തിലും ഈ ചൈതന്യത്തെ ദർശിച്ച് നീ അമൃതത്വത്തെ പ്രാപിക്കുക. ഇതാണ് 5-ാമത്തേത് 2:5. അപ്പോൾ അങ്ങനെ 8, 5, 13 മന്ത്രങ്ങളുള്ള കേനോപനിഷത്ത് നാം കണ്ടു കഴിഞ്ഞു. നമുക്കിതിനെക്കുറിച്ച് സാമാന്യമായ ഒരു അറിവ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ സാമവേദത്തിലെ ഉപനിഷത്തുകൾ കഴിഞ്ഞ് 2 ഉണ്ടായിരുന്നുള്ളൂ. ഇനി 3 ഉപനിഷത്തുകളുള്ള അഥർവവേദത്തിലേക്കാണ് പോകുന്നത്. അത് 3 സ്വതന്ത്ര ഉപനിഷത്താണ്. എവിടെ നിന്നും, അതായത് ബ്രാഹ്മണങ്ങളിൽ നിന്നോ അതുപോലെ തന്നെ ആരണ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സംഹിതയിൽ നിന്നോ എടുത്തിട്ടുള്ളതല്ല. അത് 3 സ്വതന്ത്ര ഉപനിഷത്താണ്. അത് 3 നമുക്ക് വിശദമായിട്ട് പഠിക്കും. വളരെ തത്വബോധനം നടത്തുന്ന ഉപനിഷത്തുകളാണ്. അപ്പോൾ 3 പഠിക്കണം. നമുക്കത് പരിശോധിക്കാം. ഇനി അടുത്തത് അതിനു വേണ്ടിയുള്ളതാണ്. നന്ദി, നമസ്കാരം.